അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വിഷയം മാറ്റുകയല്ല. ഇവരൊക്കെ പോകുന്ന മണ്ണറയിൽ അവർക്ക് ഹിസാബിൽ രക്ഷയാണ്, അവർക്ക് മണ്ണറയിൽ സന്തോഷത്തോടെയുള്ള ജീവിതമാണ്. അല്ലാ അല്ലാ ഫയജഅലുൽ അബ്ദു അൻ യക്തുബ വയദ്കുറു ഹീനൈൻ ഹസനാതിഹി വസയ്യാതിഹി കയൗമിൻ വാഹിദ്. ഒരൊറ്റ ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വൈകുന്നേരം ചിന്തിക്കുമ്പോൾ, ഓർമ്മയാകുമ്പോൾ ഈ മയ്യിത്തനവൻ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങളെല്ലാം ഓർമ്മ വരുന്നതാണ്. ആ എഴുതി കൂട്ടിയിട്ടുള്ള കഫൻ തുണിയെ ഒരു മാല രൂപത്തിലാക്കി റൗമാൻ എന്ന മലക്ക് മയ്യിത്തിന്റെ കഴുത്തിൽ അണിഞ്ഞ് മയ്യിത്തിനോട് അതാ അവിടെ കിടക്കാൻ പറഞ്ഞ് പിന്തിരിയുന്നതാണ്. മോനെ, തീർന്നില്ല. പിന്നെയാണ് മണ്ണറയിൽ കടന്നു വരുന്ന മലക്കുകൾ അറിയുമോ? മുങ്കർ നക്കീർ എന്നല്ലയോ പേര്. വാളുകൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, വാളുകൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, വാളുകൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മദ്രസയിലെ ആദ്യ പാഠത്തിൽ നിന്ന് കുരുന്നുകളായി വിജ്ഞാനം നുകരാൻ വേണ്ടി പോകുമ്പോൾ തന്നെ പഠിച്ചതോർമ്മയില്ലേ? ഒന്നിന്റെ പേര് മുങ്കറെന്ന, മറ്റേതിന്റെ പേര് നക്കീറെന്ന. അല്ലാ അല്ലാ, കണ്ടാൽ പേടിയാണ്. മലക്കാനി അസ്വദാനി യഖ്രിഖാനിൽ അർള ബിയൻയാബിഹിമാ വശുഊറുൻ ലഹുമാ ശുഊറുൻ മസ്ദൂലാ വസൗതുഹുമാ കർറദിൽ ഖാസിഫി വനഫതുഹുമാ കർറീൽ ആസിഫി വഫീ യദി കുല്ലി മിൻഹുമാ മിഖ്മഉൻ മിൻ ഹദീദ് ലൗ ضرب به أعظم جبل لجعله دكا. മണ്ണറയെ കുറിച്ച് കേൾക്കാൻ വേണ്ടി അതോർത്തിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള് നെഞ്ചൊടിഞ്ഞുകൊണ്ട് കേൾക്കാൻ മറക്കണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയട്ടെ, കറുത്തിരുണ്ട ഭീകര രൂപങ്ങളായ രണ്ട് മലക്കുകളാണ് മുങ്കറും നക്കീറും. അല്ലാ അല്ലാ, വശഊറുഹുമാ ശുഊറുൻ മസ്ദൂലാ. അവരുടെ മുടികളില്ലേ ഭൂമിയിലെ കടിച്ചു നീണ്ട മുടികളാ. അല്ലാ അല്ലാ, ആ മലക്കുകളുടെ തെറ്റപ്പല്ലുകളില്ലേ ആനക്കൊമ്പുകളെ പോലെയുള്ള തെറ്റപ്പല്ലുകളാ. കഴിഞ്ഞില്ല കഴിഞ്ഞില്ല. വസൗതുഹുമാ, മുങ്കർ നക്കീറിന്റെ ശബ്ദമില്ലേ ചെറുപ്പക്കാരാ, ഇടിവെട്ടുന്ന ശബ്ദമാ. വനഫതുഹുമാ, മുങ്കർ നക്കീറിന്റെ ശ്വാസോച്ഛ്വാസ ശബ്ദമില്ലേ ചുഴലി കൊടുങ്കാറ്റടിച്ച് വീശുന്ന ശബ്ദമാ. പോരാ പോരാ, ഈ പേടിപ്പെടുത്തുന്ന ഭീകര രാക്ഷസ രൂപങ്ങളായ മലക്കുകളുടെ കയ്യിൽ അതിനെല്ലാം പുറമെ വലിയ വലിയ ഇരുമ്പിന്റെ ദണ്ഡുകളാ. ആ ദണ്ഡുകൾക്കുള്ള മൂർച്ച അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വഫീ യദി കുല്ലി മിൻഹുമാ മിഖ്മഉൻ മിൻ ഹദീദ് ലൗ ضرب به أعظم جبل لجعله دكا. എവറസ്റ്റിന്റെ ആകാശത്തിന്റെ അമ്പലിക്ക് മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന എവറസ്റ്റിന്റെ പാറക്കെട്ടുകളില്ലേ, ആ പാറക്കെട്ടുകൾക്ക് മുമ്പിൽ മുങ്കർ നക്കീറിന്റെ കയ്യിൽ പിടിച്ച ഇരുമ്പിന്റെ ദണ്ഡുകളെ കൊണ്ടൊന്ന് തട്ടിയാൽ ആകാശത്തിന്റെ അമ്പലിക്ക് മുത്തം കൊടുത്ത് ഉയർന്നു നിൽക്കുന്ന എവറസ്റ്റ് കൊടുപുട്ടിയുടെ പാറക്കെട്ടുകൾ പോലും അടിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകുമാറ് കൂർത്ത മൂർച്ചയുള്ള ഇരുമ്പിന്റെ ദണ്ഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് മുങ്കർ നക്കീർ മണ്ണറയിലേക്ക് വരുന്നത് എന്ന് തെറ്റാത്ത നാക്കിന്റെ ഉടമ മുത്ത് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവര് വന്നിട്ടാ ചോദിക്കുന്നത്, മൻ റബ്ബുക വമൻ നബിയുക. അവിടെ അല്ലാഹു റബ്ബി എന്ന് പറയാൻ കഴിയണമെങ്കിൽ എന്റെ റബ്ബ് അല്ലാഹയാണ് എന്നൊരു ബോധം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിന്റെ മലരായ റസൂലുള്ളാഹ് പിരിഞ്ഞുപോയി, മഹത്വങ്ങൾ മദീനാലെ മൊഴിഞ്ഞിടുന്നു. സ്നേഹവിചാരത്താൽ പ്രഭാഷണം തുടർന്നിടുന്നു. സ്നേഹവിചാരത്താൽ പ്രഭാഷണം തുടർന്നിടുന്നു.
ഹിദായത്തിൻ വെളിച്ചമ റസൂലുള്ളാഹ് പറയുന്നു. സ്വലാത്തിന്റെ മഹത്വങ്ങൾ വിവരിക്കുന്നു. പ്രിയരെ ഉയരട്ടെ സ്വലാത്തുകൾ സദസ്സിൽ നിന്ന്, ഉയരട്ടെ സ്വലാത്തുകൾ സദസ്സിൽ നിന്ന്. അല്ലാഹ് സിദ്ദീഖിന്റെ മുതൽ എനിക്ക് ഉപകരിച്ചതിനേക്കാൾ ഈ ലോകത്തൊരാളുടെ മുതൽ എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്ന് സിദ്ദീഖുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഈ സംസാരം സദസ്സിൽ വെച്ചുകൊണ്ട് കേൾക്കേണ്ട താമസം സിദ്ദീഖുൽ അക്ബർ കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങലടിച്ച് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തിനാണ് അബൂബക്കറെ നിങ്ങൾ കരയുന്നത്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മുതൽ എന്ന് പറയണോ? അനവമാലിലക യാ റസൂലല്ലാഹ്, അനവമാലിലക യാ ഹബീബല്ലാഹ്, ഞാനും എന്റെ മുതലും അങ്ങയുടേതല്ല നബിയേ, ഞാനും എന്റെ മുതലും തന്നെ അങ്ങയുടേതല്ല നബിയേ, പിന്നെ സിദ്ദീഖിന്റെ മുതൽ എന്ന് പറയണോ? യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് സിദ്ദീഖിന്റെ മുതൽ ഉപകാരമുള്ളതിനേക്കാൾ ഈ ലോകത്ത് ഒരാളുടെ മുതൽ ഉപകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് കരയാ. സിദ്ദീഖ് പറയാ, എന്റെ മുതൽ എന്ന് പറയണ നബിയെ, ഞാനും എന്റെ മുതലൊക്കെ നിങ്ങൾ തന്നെ. ആ സിദ്ദീഖിനെ കുറിച്ച് ഉമർ ഖത്താബ് പറഞ്ഞില്ലേ, സിദ്ദീഖിന്റെ നെഞ്ചത്ത് മുളച്ച രോമമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്, സിദ്ദീഖിന്റെ നെഞ്ചത്ത് മുളച്ച രോമമാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമീറുൽ മുഅ്മിനീനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സിദ്ദീഖിനെ വളരെയധികം സ്നേഹിക്കുകയാണ്. സിദ്ദീഖിന്റെ മുമ്പിലൂടെ പലപ്പോഴും മറ്റുള്ളവർ നടക്കുന്നത് പോലും വിലക്കി പുന്നാര നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു തന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്. മുത്തനബിയെ കുറിച്ച് മുത്തനബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഹസ്സാൻ പാടുകയാണ്. ലാ അൻത മുബറഉൻ മിൻ കുല്ലി ഐബി كأنك قد خلقت كما تشاء. നബിയേ, എല്ലാ ന്യൂനതകളിൽ നിന്നും കുറവുകളിൽ നിന്നും അങ്ങ് മുക്തരാണല്ലോ. നബിയേ, അങ്ങ് മഹാനാണല്ലോ. ഒരു ഉമ്മയും അങ്ങയെപ്പോലത്തൊരു കുട്ടിയെ പ്രസവിച്ചിട്ടില്ലല്ലോ എന്ന് മുത്തുനബിയുടെ മുമ്പിൽ വെച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് പാട്ട് പാടുമ്പോൾ മുത്തുനബി ഹസ്സാനോട് ചോദിക്കുകയാണ്, ഹൽ ഖുൽത ഫീ അബീ ബക്കറിൻ ശൈആ, എന്റെ അബൂബക്കറിനെ കുറിച്ച് നീ വല്ലതും പറയുമോ മോനെ? മുത്തനബിയെ കുറിച്ച് പാട്ടുപാടിയപ്പോഴേ പാട്ട് പാടിയ കവിയോട് മുത്തനബി പറയാണ്, എന്റെ പാട്ട് നിർത്തിയിട്ട് നീ അബൂബക്കറിനെ കുറിച്ചൊക്കെ പാട്ടുപാടി തരുമോ എന്ന് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ. ആ സ്നേഹം നോക്കാൻ നിങ്ങൾ എങ്ങനെ തൽക്കാലം പിന്നെ പാട്ട് നിർത്തിയിട്ട് എന്റെ അബൂബക്കറിനെ കുറിച്ച് ഒരു പാട്ടുപാടി തരുമോ, ഞാൻ കേൾക്കാം മുഹമ്മദ് മുസ്തഫ. ഹസ്സാൻ അങ്ങ് പാടി, വത്താനിയത്തനൈനി ഫിൽ ഗാരിൽ മുനീഫി വഖാ തഫൽ അദു ബിഹി ഇദ് സാഇദൽ ജബല വകാന ഹിബ്ബ റസൂലില്ലാഹി ഖദ് അലിമു മിനൽ ബരിയത്തി ലം യദിൽ ബിഹി റജുല മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സിദ്ദീഖിനെ കുറിച്ചാണ് പാടി ഹസ്സാൻ. റസൂൽ കേട്ടിട്ട് ചിരിച്ചിട്ട് അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയത്ത് മാത്രമാണ് ഈ അണപ്പല്ല് പുറത്തു കാണുക ചിരിച്ചിട്ട്. റസൂലുള്ള സിദ്ദീഖിനെ കുറിച്ച് ഹസ്സാൻ അങ്ങനെ പാടുന്നതായിട്ട് ചിരിച്ചിട്ട് അണപ്പല്ല് പുറത്തുണ്ടു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. എന്നിട്ട് ഹസ്സാനെ അങ്ങനെ ചുമലിൽ കൊട്ടിയിട്ട് പറഞ്ഞു, ഹസ്സാനെ ഈ പറഞ്ഞത് ശരിയാണ്, എന്റെ സിദ്ദീഖ് അങ്ങനെ തന്നെയാണ്, എന്റെ സിദ്ദീഖ് അങ്ങനെ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ.
നമ്മൾ ഈ പറയുന്നത് സിദ്ദീഖിന്റെ ഹളത്തിൽ അള്ളാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ഒന്ന് ആമീൻ പറയും. അള്ളാഹു സിദ്ദീഖിന്റെ പൊരുത്തം കൊണ്ട് നമ്മളെ നന്നാക്കട്ടെ. നമ്മളെ നെഞ്ച് അള്ളാഹ് തുറന്നേറ്റ്, നമ്മളെ തൊണ്ടക്ക് അള്ളാഹു തആല തുറന്നേറ്റ്, ദീനിന് വേണ്ടിയുള്ള ആരോഗ്യം തെറ്റ്, ദീനിന് വേണ്ടിയുള്ള ആയുസ്. നിങ്ങൾ നോക്കി, ഞാൻ ഒന്നും കൂടി പറയട്ടെ, സിദ്ദീഖിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇപ്പൊ പറഞ്ഞ പൊരുത്തം കൂടുതൽ കിട്ടും. കാരണം സന്ദർഭം അങ്ങനെയാണ്. അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന സിദ്ദീഖിന്റെ ആണ്ടാണ്. അതുകൊണ്ട് ഒന്നും കൂടി പറയട്ടെ.